മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള AI ചിത്രം പങ്കുവച്ച കേസിൽ കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യനെ ചോദ്യം ചെയ്ത് പോലീസ്. സുബ്രഹ്മണ്യന്റെ സമൂഹമാധ്യമ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന കക്കോടി സ്വദേശിയുടെ മൊഴിയും രേഖപ്പെടുത്തി. AI ചിത്രം നിർമ്മിച്ചിട്ടില്ലെന്നാണ് സുബ്രഹ്മണ്യന്റെ വാദം. N സുബ്രഹ്മണ്യന്റെ സമൂഹമാധ്യമ അക്കൗണ്ട് കൈകാര്യം ചെയ്ത കക്കോടി സ്വദേശിയെയാണ് പോലീസ് ഇന്ന് ആദ്യം ചോദ്യം ചെയ്തത്. 1 മണിക്കൂർ പൂർത്തിയാകുന്നതിനിടെ 11 മണിയോടെ N സുബ്രഹ്മണ്യനും ഹാജരായി. പിന്നീട് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. സമൂഹമാധ്യമങ്ങളിൽ നിന്നും ലഭിച്ച ചിത്രമാണ് പങ്കുവച്ചതെന്ന മുൻമൊഴിയിൽ സുബ്രഹ്മണ്യൻ ഉറച്ചുനിന്നു. തന്റെ ഫോണിൽ AI ടൂൾ ഉണ്ടെന്നും എന്നാൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്നും സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നൽകി. അതൊന്നും AI നിർമ്മിത ചിത്രമല്ല. അതൊക്കെ ഇപ്പോഴും ഈ സെക്കൻഡിലും കേരളത്തിലെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഞാൻ ഡിലീറ്റ് ചെയ്ത ചിത്രം ഉൾപ്പെടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്നും കേസില്ലല്ലോ. എൻ്റെ ഫോൺ പരിശോധിച്ചു. എൻ്റെ ഫോണിൽ ശരിക്കും AI ടൂൾ ഉണ്ട്, ChatGPT ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ജെമിനി ഉണ്ട്. അങ്ങനെ AI ടൂളുകളൊക്കെ എൻ്റെ ഫോണിലുണ്ട്. പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് ഇതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നും അങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നും പോലീസിന് മനസ്സിലായി. സഹായിയുടെ ഫോണിൽ AI ടൂളേ ഇല്ല. സുബ്രഹ്മണ്യനെ പിടിച്ചെടുത്ത ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. 2 ദിവസത്തിനകം ഫോൺ തിരികെ നൽകിയേക്കും. പങ്കുവച്ച ദൃശ്യങ്ങൾ യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്നതിന് PRD പുറത്തുവിട്ട വീഡിയോയുടെ പൂർണ്ണരൂപം ആവശ്യപ്പെടുമെന്നും സുബ്രഹ്മണ്യൻ വ്യക്തമാക്കി. സുബ്രഹ്മണ്യന്റെ ചോദ്യം ചെയ്യലിനിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇന്നും കോൺഗ്രസ് പ്രവർത്തകർ പോറ്റിപ്പാട്ട് പാടി പ്രതിഷേധിച്ചു. റിപ്പോർട്ടർ കോഴിക്കോട്.